ഹലോ എവരിവൺ, വെൽക്കം ടു ഓർത്തഡോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യകളിൽ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ലോർഡ്സ് ഗ്രൗണ്ടിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെസ്റ്റ് ക്രിക്കറ്റിലെ ബാറ്റിംഗ് അപ്രോച്ച് ഉണ്ട്. ഒരൊറ്റ ടെസ്റ്റിലെ തോൽവി, എഡ്ജ്ബാസ്റ്റണിലെ ടെസ്റ്റ് തോൽവി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ അടിമുടി മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ബ്രണ്ടൻ മെക്കൽ എന്ന് പറയുന്ന അവരുടെ കോച്ചിൻ്റെ ഒരു ഇത്രയും കൊല്ലം ഫോളോ ചെയ്തിരുന്ന ഒരു രീതി, അതെല്ലാം മാറ്റി ആ ബാസ്ബോൾ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ മാറ്റി വെച്ചിട്ട് ഒരു പ്രോപ്പർ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട് നിലവിൽ. ലോർഡ്സ് എന്ന് പറയുന്ന അവരുടെ സ്വന്തം മടിത്തട്ടായിട്ടുള്ള ഗ്രൗണ്ടിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ച. നിലവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസുമായിട്ടാണ് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ചേസിങ്ങുകളെ മാത്രം ഇഷ്ടപ്പെടുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്രിക്കറ്റിനേക്കാളും വേഗത്തിൽ ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ അവരെ ഫോളോ ചെയ്തിരുന്ന അവരുടെ ഒരു അപ്രോച്ച് ഒറ്റ മത്സരം കൊണ്ട് മാറ്റിയെടുത്തിരിക്കുകയാണ് ഗില്ലും സംഘം. എഡ്ജ്ബാസ്റ്റണിലെ ഒരു തോൽവി, അതിനുശേഷം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ വന്ന മാറ്റം. ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുപ്പ് തന്നെ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടാണ് സ്റ്റോക്സ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്? യൂഷ്വലി എപ്പോഴും ഫസ്റ്റ് ബോളിംഗ് തന്നെയാണ് ഇംഗ്ലണ്ട് തിരഞ്ഞെടുക്കാറ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇംഗ്ലണ്ട് ഒരു അപ്രോച്ചുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ ഒരു ഇത് തന്നെയായിരുന്നു അവർ സ്റ്റാർട്ടിങ്. വളരെ മെല്ലെയാണ് ഇംഗ്ലണ്ട് അത് തുടങ്ങിയത്. നിതീഷ് കുമാർ റെഡ്ഡിയെ ആക്രമിക്കുക എന്നുള്ള ഒരു തന്ത്രം അവിടെ പാളിയൊരു കാഴ്ച. 2 ഓപ്പണേഴ്സ് പുറത്താകുന്നു. പിന്നീട് പോപ്പും അതുപോലെ തന്നെ റൂട്ടും വളരെ ശ്രദ്ധയോടുകൂടി, അതും പോപ്പിൻ്റെയൊക്കെ ഒരു ബാറ്റിംഗ് നമ്മൾ ഒലി പോപ്പിൻ്റെ ഇന്നിങ്സുകൾ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും സ്ലോ ആയിട്ടല്ല അദ്ദേഹം കളിക്കാറുള്ളത്. റൂട്ട് പിന്നെയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് അല്പം സ്ലോ ആയിട്ടാണ് കളിക്കാറുള്ളത്. പക്ഷേ ഒലി പോപ്പൊക്കെ വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ ആ ഒരു ഇന്നിങ്സുകളുടെ പ്രത്യേകത തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവരുടെ ഒരു അപ്രോച്ച് ഇന്നലെ വളരെ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. എന്നാൽ ഇന്ത്യൻ ബോളിങ്ങിൻ്റെ ഒരു മൂർച്ച വളരെ കൂടുതൽ തന്നെയായിരുന്നു. ആദ്യ ദിനം വലിയ കുഴപ്പങ്ങളില്ലാതെ ഇംഗ്ലണ്ട് അവസാനിപ്പിച്ചെങ്കിലും രണ്ടാം ദിനത്തിൽ ന്യൂ ബോളിൽ ബുംറ വീണ്ടും ഒരു സംഹാര താണ്ഡവം എന്ന് തന്നെ പറയാം. 3 വിക്കറ്റുകൾ, അത് 3ഉം ബൗൾഡായിട്ടാണ് ബുംറ ഇന്നലെ എടുത്തിട്ടുണ്ടായത്. അതിൽ ബ്രൂക്കിൻ്റെ വിക്കറ്റും ഇന്നത്തെ മോർണിംഗ് സെഷനിൽ റൂട്ടിനെയും അതുപോലെ തന്നെ സ്റ്റോക്സിനെയും ക്ലീൻ ബോൾഡാക്കാണ് ബുംറ ചെയ്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് ബോളിൽ തന്നെ ക്രിസ് വോക്സിനെയും ജുറൻ്റെ കൈകളിലെത്തിച്ചു. നിലവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ട്. അപ്പോൾ ഇനിയും ഒരു ബെറ്റർ സ്കോറിലോട്ട് 400 മുകളിലോട്ട് എന്തായാലും ഒരു ഇംഗ്ലണ്ട് സ്കോർ പോകാനായിട്ട് സാധ്യതയില്ല. ബുംറ അത്രയും മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. എന്തായാലും ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഏകദേശം ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇംഗ്ലണ്ട് ഒരു പേടിയും കാര്യങ്ങളും, ഇംഗ്ലണ്ട് അപ്രോച്ചിൽ വന്ന് മാറ്റം, ഇന്ത്യക്കുള്ളൊരു മേൽക്കൈ. എന്തായാലും മികച്ചൊരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്തായാലും ഇംഗ്ലണ്ടിന് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് മിനിമം ഒരു 200 റൺസ് ലീഡ് തന്നെയായിരിക്കും ഇന്ത്യ ലക്ഷ്യം. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു തോൽവി എന്നത് അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവർ തീർച്ചയായിട്ടും തകർന്നു പോകുമെന്ന് തന്നെ പറയാം. എന്തായാലും കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നും ഇല്ലാത്ത ഈ ഒരു ഫസ്റ്റ് ടെസ്റ്റ് സീരീസ് ഇന്ത്യൻ ടീം ഒരു അവിസ്മരണീയമാക്കുക തന്നെയാണ് നിലവിൽ വരെ. എന്തായാലും റൂട്ടിൻ്റെ സെഞ്ചുറിയാണ് നമ്മൾ പറയാൻ മറക്കുന്നില്ല. 37ാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് റൂട്ട് കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ കളിക്കാരിൽ നിലവിൽ 5ാം സ്ഥാനത്താണ്. ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാൻ എന്ന നിലയിലും അദ്ദേഹം സ്റ്റീവ് സ്മിത്തിനൊപ്പം റെക്കോർഡ് പങ്കിടുകയാണ്, 11 അപ്പോൾ ജോ റൂട്ടിന് ഇന്ത്യക്കെതിരെ വ്യക്തമായ മേൽക്കൈയുണ്ട്. ഇന്ത്യക്കെതിരെ 3000-ലധികം ടെസ്റ്റ് റൺ സ്കോർ ചെയ്ത കളിക്കാരനാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഒരു ഇന്നിങ്സ്, അദ്ദേഹം ഒരു ക്രീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് ഗ്രൗണ്ട് കൂടിയാണ് ലോർഡ്സ്. അവിടെ 8ഓളം സെഞ്ചുറികൾ റൂട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ ഒരു പിടിച്ചു നിൽക്കലില്ലായിരുന്നെങ്കിൽ, ഒരു ക്ഷമാപൂർണമായ ഇന്നിങ്സ് ഇല്ലായിരുന്നു, ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോയാണ്. എന്തായാലും പേര് കേട്ട ബാറ്റ്സ്മാൻമാരെല്ലാം കൂപ്പുകുത്തിയിരിക്കുകയാണ്. നിലവിൽ ജാമി സ്മിത്തിൻ്റെ ഒരു ഇന്നിങ്സിൻ്റെ പുറത്താണ് ഇംഗ്ലണ്ട് സ്കോർ ബോർഡ് ചലിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ബോളിംഗ് നിര ബുംറ കൂടി വന്നപ്പോൾ എത്രത്തോളം ശക്തമായി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആകാശ്ദീപ് ആയാലും സിറാജിനായാലും അവർക്ക് വിക്കറ്റൊന്നും കിട്ടിയില്ല. സിറാജിന് അൺഫോർച്ചുനേറ്റ്ലി KL രാഹുൽ ഒരു ക്യാച്ച് സ്ലിപ്പിൽ മിസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വിക്കറ്റ് അദ്ദേഹത്തിനും കിട്ടിയാണ്. എന്തായാലും നിതീഷ് കുമാർ റെഡ്ഡിയെ ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചത്, ബുംറയുടെ തിരിച്ചുവരവ് എല്ലാം കൊണ്ടും ഇന്ത്യക്ക് നല്ല ശുഭസൂചനയാണ്. ഇനി ബാറ്റിങ്ങിലും ഈ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റിലും ഒരു വിജയം തന്നെ ഇന്ത്യക്ക് ഉറപ്പിക്കാം. എന്തായാലും നമ്മൾ ബാക്കി ദിവസം മറ്റ് വീഡിയോകളൊക്കെ എടുത്ത് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു.